ഹായ്, ഞാൻ ഇന്ന് സിമ്പിളായിട്ട് അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ കടുക്, ഉലുവ, നല്ല എണ്ണ ചൂടായി വരുമ്പോൾ ഇത് രണ്ടും ഇട്ട് നല്ലോണം പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ കുഞ്ഞായിട്ട് ഇഞ്ചി, മുളക്, വെളുത്തുള്ളി ഇതൊക്കെ അപ്പോഴേക്കും അരിഞ്ഞ് വെച്ചേക്കണം. ഫസ്റ്റ് തന്നെ ഇഞ്ചി ഇടുക. ഇഞ്ചി ഇട്ട് കഴിഞ്ഞ് ഇഞ്ചി നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും വെളുത്തുള്ളി ഒന്ന് ഇതായി വരുമ്പോഴേക്കും നമുക്ക് മുളകിടുക. മുളക് നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ആ മുളകും അരിഞ്ഞിടുക. അതൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് മൂത്ത് വാടി വരുമ്പോഴേക്കും നമുക്ക് ആ വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് വാടണം കേട്ടോ, അല്ലെങ്കിൽ ഇതൊരു ശരിയാവില്ല. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് അത്യാവശ്യം ഇളക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇടുക. മുളക് പൊടി എനിക്കിതൊന്നും അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തോണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ചാർ പൊടി ഇടുക. അച്ചാർ പൊടി ഞാനിവിടെ സ്വാമീസിൻ്റെ അച്ചാർ പൊടിയാണ് എടുത്തേക്കണത്. അച്ചാർ പൊടി ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഇളക്കുക. എന്നിട്ട് ഞാൻ കാശ്മീർ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഉപ്പിലിട്ട ലൂബിക്ക എടുത്തിടുക. അതിൻ്റെ വെള്ളം നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്, അത് കളയരുത്. അത് ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി. ഓക്കെ, എന്നിട്ട് ലൂബിക്ക ഇട്ട് അത്യാവശ്യം നല്ലോണം ഇളക്കി ഒന്ന് അതിനായിട്ട് കൂട്ടായിട്ടൊന്ന് യോജിപ്പിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ആ മാറ്റി വെച്ചേക്കുന്ന വെള്ളം ഒന്ന് അരിച്ച് മാറ്റി വെക്കുക. ആ വെള്ളം അതിലൂടെ ഒഴിക്കുക നല്ലോണം. അതുകൊണ്ട് നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി വെള്ളത്തിൽ ഉപ്പുണ്ടാവുമല്ലോ, ഉപ്പിലിട്ടതാണല്ലോ. ഓക്കെ, നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് തള വരാൻ വേണ്ടി ഞാൻ വെക്കും കേട്ടോ. അധികം തള വരേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിൽ നല്ല കായം നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നാലേ അച്ചാറിനൊരു സ്മെല്ലും അതിൻ്റെ ഒരു കായത്തിൻ്റെതായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എനിക്ക് അതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല, പക്ഷെ അതിൽ നല്ലൊരു ടേസ്റ്റാണ് അച്ചാറിൽ അത് ഇട്ട് കഴിയുമ്പോൾ. പിന്നെ വിനീഗർ ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ, കഴിഞ്ഞ്. സിമ്പിൾ അച്ചാർ നമ്മളിവിടെ റെഡിയാക്കി.